345 രൂപയുടെ ബിരിയാണിയാണ്. ഇത് ഹാഫ് ബിരിയാണിയാണ്. ഇതിന്റെ രണ്ടിന്റെയും ക്വാണ്ടിറ്റി വൈസ് ലൈക്ക് ഇതിന്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന്റെ ഒരു 75% ഈ ബിരിയാണിക്കകത്തുണ്ട്. ഇത് ലിറ്ററലി ഹാഫ് ബിരിയാണിയാണ്. അതിന്റെ മുഴുപ്പ് കണ്ടാ അറിയാം. ഇത് ഹാഫ് ബിരിയാണിയാണ്. ഓക്കെ, ഫുള്ളുണ്ട്, പക്ഷെ ഹാഫാണ്. ഇത് ഹാഫാണ്. പക്ഷെ ഇത്രയും പ്രൈസ് വാങ്ങിക്കുമ്പോഴത്തേനും ഇത്തിരി കൂടെ വലിയ ബോക്സിലൊക്കെ തരാം. ഇത് ഹാഫ് ബിരിയാണി തന്നെ, ഇത് ഫുൾ ബിരിയാണിയോ? അളിയൻ മൃണാൽ ഫാനാ? ഞാൻ മൃണാലിനെ എനിക്കിഷ്ടമാണ്. തനിക്കോ? പുള്ളിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഇഷ്ടമില്ല. ലൈക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാ പുള്ളിക്കാരി പ്രതിരിസ അങ്ങനെയല്ല, ഇഷ്ടമില്ലാത്തതിന്റെ അല്ല, നമ്മളെല്ലാത്തിനെ അങ്ങനെ കീറി മുറിക്കുന്ന ഒരാളായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അതുപോലെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഓരോന്നും നമ്മൾ അതാണ് ബേസിക്കലി. പിന്നെ ഇത്ര റേറ്റ് മേടിക്കുമ്പോൾ അത് വേറൊരു കാര്യം. നമ്മൾ ഓരോന്നും കീറി മുറിച്ചു. പുള്ളി അതിനെ കുറിച്ച് പഠിച്ചൊരു പരിപാടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ കീറി മുറിക്കുമ്പോഴത്തേനും അതിനകത്ത് നമുക്കൊരു ഒതന്റിസിറ്റി വേണം. നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഞാൻ എന്റെ പരിമിതമായ അറിവിൽ നിന്നേ ഞാൻ സംസാരിക്കുള്ളൂ. എനിക്ക് ലോകം മൊത്തം അറിയാം, ഞാനൊരു എൻസൈക്ലോപീഡിയ ആണെന്നുള്ള രീതിയിൽ ഞാൻ പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ വീഡിയോ എല്ലാവരും കാണണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒരു മൃണാൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനും മൃണാളിന്റെ വീഡിയോ കണ്ടത് എന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ വീഡിയോ കാണരുതെന്നും പുള്ളി പറയുന്നില്ല. ഞാൻ സ്ക്രോൾ ചെയ്തപ്പോൾ പുള്ളിയുടെ വീഡിയോ കണ്ടു. ഇഷ്ടമില്ല, കാണുന്നില്ല. അത് പുള്ളി പറയുന്നത് ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുന്ന പോലെ ഞാൻ കണ്ടൊരു വീഡിയോയിൽ അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആധികാരികമായ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫുഡിനെ ഇത് റിവ്യൂ ചെയ്യുന്നത് കണ്ടു. അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹം എന്തെങ്കിലും ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ ഫുഡ് എനിക്കൊന്ന് കഴിച്ചു നോക്കണം. ഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പൊ ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങിയപ്പോ എനിക്കത് അതുപോലെ കഴിച്ചു നോക്കണം തോന്നി. അത്രേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ വേറെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതെനിക്കുണ്ട്. അമ്മയും അല്ലെങ്കിൽ കണ്ണ് കെട്ടിക്കൊണ്ട് ഞങ്ങളുടെ അളിയനും മൃണാളിനെ അത്ര വലിയ താല്പര്യമില്ല. നമ്മുടെ ബിരിയാണി ടേസ്റ്റർ ശരിക്കും ശരിക്കേ എന്റെ വീഡിയോ തന്നെ കണ്ടാ മതി. പിന്നെ ഇവിടെ നായന്താരയും ദീപിക പതുക്കും എന്തോ തുറക്കുന്ന വീഡിയോ എടുത്തില്ല. അയ്യോ നല്ല മണം കേട്ടോ. നല്ല മണം. ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. അങ്ങനെയൊന്നും അമ്മയോട് പറയില്ലേ? അമ്മയ്ക്ക് അറിയില്ല മൃണാളെ. അത് പറയില്ലേ? ഇത് പായസം നമ്മള് ലാസ്റ്റ് എടുക്കുന്നല്ലേ. ഇത് ഈ ബിരിയാണിയുടെ കൂടെയുള്ളതാണോ ഇതും? അല്ലേ? അമ്മ സാധാരണ കഴിക്കുന്ന പോലെ അമ്മ കഴിച്ചു. അമ്മ ഇവിടെ വീഡിയോ ഓൺ ആണെന്നുള്ള കാര്യം അമ്മ ബോധറിയുന്നു. മുട്ട തരാം. നമുക്കൊരു കഴിച്ചിട്ടൊരു മടുപ്പ് തോന്നില്ല. ഓക്കെ, തുറക്കാൻ പാടാം. കുഴപ്പമില്ല. നാരങ്ങ അച്ചാർ ഭയങ്കര കയ്പ്. മറ്റേ ചമ്മന്തി നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന വെച്ച് നോക്കുമ്പോൾ വേറെ കഴിക്കാൻ മടുപ്പ് തോന്നുന്നില്ല. നല്ലതാ. അപ്പോഴത്തെ പൈനാപ്പിൾ ബിരിയാണിയുടെ കൂടെ പോകുന്നുണ്ടോ? ഉണ്ട്.
നല്ലതാ. വിത്തൗട്ട് കട്ടാ കേട്ടോ, സിംഗിൾ ഷോട്ട് ആണേ. ഒന്നുമില്ല നിങ്ങൾക്ക്. ബിരിയാണി അല്ല പായ ഒരു അച്ചാറും ഒരു സലാഡും റൈസും. ഹാഫ് ബിരിയാണി, ബിരിയാണി സ്റ്റോറുണ്ട്. ഹാഫ് ബിരിയാണിയാണ് അപ്പൊ അതിന്റെ അകത്താണ് ഉദ്ദേശിച്ചാണ്. അല്ലല്ലോ, ദം ബിരിയാണി അതിന്റെ ഹാഫ്. അച്ചാറെന്ന് പറയാൻ നമ്മൾ മുളക് ചമ്മന്തി കൂട്ടുന്നതല്ലേ ഉള്ളൂ ഈ അച്ചാറ്. ഇത്ര അതിന്റെ അത്രയും ടേസ്റ്റ് ചെയ്യുന്നില്ല. അത് കഴിച്ചിട്ട് ഇത് കഴിച്ചപ്പോ അതാണ്. ഇനി എന്റെ കൂടെ വേണേ, ഞാനും കൂടെ. അവനെ അവിടെ ആ താഴെ മെത്ത കിടക്കുമെങ്കിൽ കിടത്താം. അല്ല, എനിക്ക് കണ്ണു മൂടി തന്നെ എനിക്ക് പ്രജുഡൈസ്ഡ് അല്ലാതെ എനിക്ക് ഒന്നും അറിയാതെ എനിക്ക് കഴിയുന്നു. ഇതും തുറക്കാൻ ഭയങ്കര പാടാ. അത് പിന്നെ ആ മുറിയിൽ പോയിരുന്ന് കഴിക്കട്ടെ. അത് ഇതിനടുത്ത് മുളക് കൊണ്ടേ കൊടുത്താൽ മതി കേട്ടോ. ഇത് അവരുടെ പപ്പടം. പപ്പടം പോസ്റ്റ് അപ്പോഴത്തേനും പറ. കേട്ടോ. ഈ മൂന്നെണ്ണത്തിൽ ഏതാ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി? എനിക്ക് ഇത് നല്ലതാ. ഏറ്റവും നല്ലത് എനിക്ക് ആദ്യം കഴിച്ചത് എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയത് റൈസ് ഓഫ് പേർഷ്യയുടെ ബിരിയാണിയാണ് അമ്മയ്ക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത്. മടുപ്പില്ലാതെ കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇതായി കഴിയുമ്പോൾ നിങ്ങൾ പറയട്ടോ. ആയി അന്നേരം ഞാൻ കണ്ടുപോത്താ. ആയോ? ഇടയ്ക്ക് കൊച്ചിനെ നോക്കണം. അത് തുറക്കാറായോ? ആ, ഇത് ബിരിയാണി ഏതാന്നറിയാതെ അളിയും കഴിക്കുക. പപ്പടം ഇട്ടായിരുന്നു അവരുടെ. എങ്ങനുണ്ട്? ചിക്കൻ കൊള്ളാം. കൊള്ളാം. കൊള്ളം തരോ? തരാം തരാം അവസരം തരാം. ഹൗസിന് തരാവേ ഹൗസു. അതെ ചെറിയ മധുരമുണ്ട്. ഇത് നല്ലതാ. ഏതാ ഇപ്പം കഴിച്ച രണ്ടിൽ ഏതാ ബെറ്റർ? ഒരു പൊടിക്ക് ഇത് നല്ലതായിട്ട് തോന്നി. ഇത് നല്ലതായിട്ട് തോന്നി. പക്ഷെ എനിക്ക് ഇവിടെ പപ്പടം കിട്ടുന്നില്ലല്ലോ. വെള്ളം ഇത് പപ്പടം ഇല്ലാത്ത ബിരിയാണിയാണ്. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. പപ്പടം ഇല്ലാത്ത ഇത് പപ്പടം തന്നില്ല. ചിക്കൻ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആണോ? വൈസ് അടിപൊളിയാണ് മൂന്നെണ്ണത്തിലും. അതിന്റെ സ്മെല്ലാണെങ്കിലും ഏതാ? ഈ റൈസ് ഓഫ് പേർഷ്യ റൈസ് ഓഫ് പേർഷ്യയുടെ റൈസ് അടിപൊളിയാണ്. അതിന്റെ ആ ഒരു മണം ഭയങ്കര. മൂന്നെണ്ണത്തിൽ ഏറ്റവും നല്ല റൈസ് ഓഫ് പേർഷ്യയുടെ. എനിക്ക് മൂന്നെണ്ണത്തിൽ റൈസ് ഏറ്റവും മണമുള്ളതും കാണാൻ ഭയങ്കര പ്ലീസിങ് ആയിട്ട് തോന്നിയതും റൈസ് ഓഫ് പേർഷ്യയുടെയാണ്. വിട്ടുവിട്ട റൈസ് കിടക്കുന്നത്. വിട്ടുവിട്ട റൈസ് കിടക്കുന്നത്. ചിക്കൻ എനിക്ക് അത്ര ജ്യൂസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് കട്ടിയുള്ളതായിട്ട് എനിക്ക് തോന്നി. ടെൻഡർ അല്ലാത്ത പോലെ. ടെൻഡർ അല്ലാത്ത പോലെ. പക്ഷെ എന്നാ ടെൻഡർ ആണോന്ന് ചോദിച്ചാൽ ടെൻഡർ ആണ്. പക്ഷെ എന്താ പറയുന്നത്, ചിക്കൻ കുറച്ച് ഹാർഡാണ്. കുറച്ച് ഹാർഡാണ്. അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ചില പീസ്, ചില ഭാഗങ്ങൾ എല്ലായിടത്തും ഒരേപോലെ വെന്തതായിട്ട് ഫീൽ ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി മസാല, തീരെ മസാല ഇല്ലാതില്ല കേട്ടോ, മസാലയൊക്കെ ഉണ്ട്.
തീരെ മസാല ഇല്ലാതെ വെറുത്ത് കഴിക്കും. എന്നാലും ഇത്രയും റൈസിന് വേണ്ട മസാല ഇല്ല. മുട്ട പുഴുങ്ങിയിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്, ഭയങ്കര സോഫ്റ്റാണ് മുട്ട, ഒരുപാട് കറക്റ്റ് വേവില്ല മുട്ട ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, അത്ര ടെൻഡറായിട്ടല്ല ചിക്കൻ ഇരിക്കുന്നത്. ഈ ഒരു ഭാഗം, ഈ ഒരു പീസ്. പൈനാപ്പിള്, ക്യാരറ്റ് ചത്തിട്ടില്ല. നല്ല ക്യാരറ്റാ. പൈനാപ്പിളും തെറ്റില്ല. നല്ല പൈനാപ്പിൾ നല്ല. നാരങ്ങ അച്ചാറ് എന്റെ പാലറ്റിന് പോരാ. എല്ലാം ഇതുപോലെ തന്നെ വിലയിരുത്തും. അതിനില്ലേ കയ്പെന്ന് പറഞ്ഞു. നാരങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ കൊള്ളത്തില്ല. ഈ റൈസ് ഓഫ് പേർഷ്യയുടെ അച്ചാർ അമ്മയ്ക്കും ചേച്ചിക്കുട്ടിക്കും ഇച്ചിരി കയ്പ് കൂടുതലുള്ളതായിട്ട് തോന്നി. അതാ മറ്റേ ഈന്തപ്പഴച്ചാറാണ് നല്ലത്. പാരകണ്ട് ഈന്തപ്പഴ അച്ചാർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈന്തപ്പഴം കഷ്ണങ്ങളും ഭയങ്കര കുറവായിരുന്നു. മീൻസ് ഭയങ്കരമായിട്ട് ഉടഞ്ഞ് ഇതിനകത്ത് മിക്സ് ആയി കിടക്കും. അല്ല, നമുക്ക് ഈന്തപ്പഴം കിട്ടണമല്ലോ. ഉടഞ്ഞല്ലേ ഇത്ര ഉടഞ്ഞ് ഇത് അരഞ്ഞ് കിടക്കുന്ന പോലെ ഇതിനകത്ത്. വല്ലാണ്ട് പൂജിക്കാതെ അല്ല, എതിർക്കും ആവശ്യമില്ലാതെ ഞാൻ ചോദ്യം ചെയ്യും. എന്റെ ഓക്കെ ഫൈൻ. ഞങ്ങളുടെ അച്ചാറ് ഇതിലും നല്ലതായി ഈന്തപ്പഴ അച്ചാറ്. സാലഡ് ഒരല്പം ഉപ്പാവാം, പുളിയൊക്കെ കറക്റ്റാ, പച്ചക്കറി ഒന്നും ചത്തിട്ടുമില്ല. പക്ഷെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ സാലഡ്. ആ ഒരു പ്രത്യേക പാക്കിങ്ങിലുള്ള പപ്പടം പോരട്ടെ. ഈ സാധനം ഇത് സൂക്ഷിച്ച് വെക്കേണ്ട ഒരു പാക്കേജാ. കേരളത്തിൽ വേറെ എവിടെ ഇങ്ങനെ പപ്പടം പാക്ക് ചെയ്യുന്നില്ലെന്നാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏറ്റുമാനൂർ ആദാമിന്റെ ചായക്കടയിൽ അലുമിനിയം ഫോയിൽ സീൽ ചെയ്താണ് പപ്പടം തരുന്നത്. അതാണ്ട് പ്ലാസ്റ്റിക് റാപ്പിൽ ചുമ്മാ എടുത്ത് അടച്ചു വെക്കുക. അതിനും ഇത്ര വിലയും. നമ്മൾ ആദ്യം ബിരിയാണി മാത്രം ചിക്കൻ കൂട്ടി സൈഡ് ഒന്നുമില്ലാതെ, സ്പെഷ്യൽ ഒന്നുമില്ലാതെ കഴിക്കുവാണേ. പോയി ചൊട്ടിച്ചു നല്ലതാ, നല്ല നമുക്ക് നല്ല പ്ലീസിങ്. ഈ പറയുന്ന നല്ല മടുപ്പ് തോന്നാതെ കഴിക്കും. പക്ഷെ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല പിടിച്ചിട്ടില്ല. മേ ബി അത് ഈ പീസിൻ്റെ ആയിരിക്കും. ചില ചിക്കൻ പീസുകളിലേക്ക് ബ്രസ്റ്റ് പീസിൽ മസാല പിടിക്കാൻ ഭയങ്കര പാടാണ്. മീൻസ് തീരെ ടേസ്റ്റ് ഇല്ലാത്ത പീസാണ് ബ്രസ്റ്റ് പീസ്. പക്ഷെ ചിക്കൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ പിടിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇനി നമുക്ക് ഈ സൈഡ് എല്ലാം വെച്ചിട്ട് ഒരു ലാസ്റ്റ് വായും കൂടി എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂവിങ് അവസാനിപ്പിക്കുന്നതായിരിക്കും. മല്ലിയില വേണ്ടേ? എല്ലാം കൂടെ വരുമ്പോൾ ഒരു നല്ല ബേസിക്കലി നമുക്ക് മടുപ്പ് തോന്നാതെ കഴിക്കാൻ പറ്റും. ചുമ്മാ കുറേ കഴിക്കാൻ പറ്റും. പക്ഷെ സ്റ്റിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ പിടിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി. മടുപ്പ് തോന്നാതെ കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാനൊരു വായി കൂടെ കഴിക്കാം. മടുപ്പില്ല. ബേസിക്കലി അരി അടിപൊളി. ഇത് കണ്ടതേ എനിക്ക് അരി മോശമായി, എനിക്കും കണ്ടിട്ട് കണ്ടതേ എനിക്ക് അരി മോശമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഇതിൽ കട്ട പിടിച്ച് കിടപ്പുണ്ട്. അതൊരു പാരഗൺ പോലെ ഒരു വേൾഡ് ക്ലാസ് റെക്കഗ്നിഷൻ കിട്ടിയ ഒരു റെസ്റ്റോറന്റിന് അത് പാടില്ല. നമുക്ക് ചിക്കൻ അത് പാടില്ല, അത് പാടില്ലല്ലോ. ചിക്കൻ ജ്യൂസിയാണ്, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. കറക്റ്റ് വേവില ചിക്കൻ ഇരിക്കുന്നത്. മറ്റേ പീസിലും അത് അങ്ങനെയായിരുന്നു. മറ്റേ പീസ് അല്ലായിരുന്നു, ഒരു പീസിൽ ബ്രസ്റ്റ് പീസ് അങ്ങനെ. ഈന്തപ്പഴ അച്ചാറും കുറച്ച് വാട്ടറി ആയിട്ട് എനിക്ക് തോന്നി, കുറച്ചുകൂടെ വെള്ളം ചേർന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ആദാമിന്റെ ചായക്കടയിലെ ഈന്തപ്പഴ അച്ചാറാണോ പാരഗണിലെ ഈന്തപ്പഴ അച്ചാറാണോ എന്ന് ചോദിച്ചാൽ ആദാമിന്റെ ചായക്കടയിൽ ഈന്തപ്പഴ അച്ചാർ. പിന്നെ ഞങ്ങളുടെ കമ്പനിയാണ് ഈന്തപ്പഴ അച്ചാർ. പപ്പടം ഭയങ്കര രസമാണ്, നല്ല പെരിപ്പെരി പപ്പടം. ആ പെരിപ്പെരി പപ്പടം അത് ഇതിന്റെ കൂടെ പ്ലീസ് ആവുകയാണെങ്കിൽ പൊളിയാ. സാലഡ് ഫുഡ് നല്ലതാണ്, ഒന്നും ചത്തിട്ടൊന്നുമില്ല.
ഇനി എൻ്റെ ടേസ്റ്റിൻ്റെ ആയിരിക്കും. എനിക്ക് രണ്ടിനും ഇതിനും കുറച്ചും കൂടെ ഉപ്പ് വേണമായിരുന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പം നമുക്ക് ആദ്യം സൈഡൊന്നും ഇല്ലാതെ ഒഴിവാക്കാം. ചിക്കൻ എനിക്ക് അരി കാരണം ഈ ബിരിയാണിയുടെ ഫ്ലേവർ, അരി ഇതിനെ കൊന്നതുപോലെ എനിക്ക് ഫീൽ ആവുന്നത്. എൻ്റെ അരി ഒരു സുഖവും ഇല്ല. മേ ബി ഇന്നത്തെ ആണോ അതോ ഇനി അറിയില്ല. അരി ഭയങ്കരമായിട്ട് വെന്ത് പോയ പോലെ അതിനങ്ങോട്ട് ടേസ്റ്റ് വരില്ല. അരി ഒരു സുഖമില്ലാത്ത. ചിക്കൻ നല്ലതാണ്. അല്ല ഇന്നത്തെ അരിയാണോന്ന് അറിയത്തില്ല. വെജിറ്റേറിയൻ്റെയാണ് ഇന്ന് കുക്ക് ചെയ്തത്, വെന്ത് പോയതാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല ബിരിയാണി. നമുക്ക് ഇനി എന്താ ബിരിയാണി സ്റ്റോറിൽ അല്ലേ? അടുത്ത സൈഡാണ്. അല്ല, ആദ്യം ഒറ്റയ്ക്ക് എടുക്കും. ബിരിയാണി സ്റ്റോർ വിത്ത് റൈസ് ആൻഡ് ചിക്കൻ മാത്രം. സൈഡില്ലാതെ ചിക്കൻ കുറേ കൂടെ ടെൻഡറല്ലേ? നല്ലതാണ്, മോശം പറയാനില്ല. ഈ പറയുന്ന ഒരു ഏലക്കയുടെ ചുവ ഒരിച്ചിരി ചിക്കനിലേക്കും പിടിച്ചിട്ടുണ്ട് സാധനങ്ങൾ. ഏലക്കയുടെ അതിപ്രസരം ഒഴിവാക്കിയാൽ ബിരിയാണി സ്റ്റോറിൻ്റേത് എനിക്ക് ഏലക്കയുടെ ഒരു അതിപ്രസരം ചെയ്ത് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ അതും നല്ലതാണ്. കഴിച്ചിട്ടുള്ളതിൽ റൈസ് ഓഫ് പേർഷ്യയുടെ ചിക്കൻ കുറച്ചും കൂടെ നല്ലതായിരുന്നെങ്കിൽ, പക്ഷെ നല്ല ബിരിയാണി. ബേസിക്കലി അരി ഒരു രക്ഷയില്ലാത്ത. എൻ്റെ മൃണാളേട്ടൻ ഭക്ഷണകലയിൽ എൻ്റെ ഗുരുവായിരുന്നു എൻ്റെ മൃണാളേട്ടൻ. റൈസ് വിട്ടുവിട്ട് കിടക്കുക. മൃണാളേട്ടൻ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ കാണിച്ചു തരാം. ആദ്യം റൈസ് മാത്രം. കിള്ളുന്ന റൈസ് കേട്ടോ, കിള്ളുന്ന റൈസാ. പിന്നെ മസാല, നല്ല മസാല, ഒന്നും കൂടുതലോ കുറവോ ആയിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ചിക്കൻ 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 അങ്ങനെ ഒരു വേവാത്ത അങ്ങനെ എനിക്ക് പ്രശ്നമില്ല, അങ്ങനൊന്നും ഫീൽ ചെയ്തില്ല. ചിക്കനിൽ എന്താ ഇങ്ങനെയുണ്ട്? അതല്ല, മസാല പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. അങ്ങനൊരു ഇത് അവരുടെ തൈ പീസ്. ഞാനിപ്പോൾ ആദ്യം കഴിച്ച ബ്രസ്റ്റ് പീസ്, സ്റ്റിൽ ബ്രസ്റ്റ് പീസിൽ ഞാൻ ഈ കഴിച്ച മസാലയുടെ ടേസ്റ്റ് എനിക്ക് അതിനകത്ത് കിട്ടിയത്. ഈ സാധനം പുളിയാട്ടോ, പൈനാപ്പിളും അടിപൊളി. ഒരു ദഹനത്തിന് നല്ലതാണ്. ഈന്തപ്പഴം പൊടിഞ്ഞല്ലത് ലൈക്ക് ഉണ്ട്, പക്ഷെ അത് അരഞ്ഞ് ചേർന്നേക്കുന്ന പോലെ. അങ്ങനെ അരച്ച് ചേർത്തായിട്ട് എനിക്ക് മീൻസ് അരിഞ്ഞിട്ടിരിക്കുന്ന പോലെ എനിക്ക് നല്ല ഈന്തപ്പഴം വെച്ചാണ്. അടിപൊളി ചമ്മന്തിയാ, പുതിന ചമ്മന്തി പൊളിയാ. ചമ്മന്തി മറ്റേ വെള്ളം പോലെ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ? പുതിന ചമ്മന്തി അടിപൊളിയാ. കരുനാരങ്ങ അച്ചാറാണ് എന്നാ എനിക്ക് തോന്നുന്നത് കഴിച്ചിട്ട്. എന്താണേലും കഴിപ്പ്. അത്ര പോരാ. ഇനി മുട്ടയും ചിക്കനും നാരങ്ങ മസാല, അച്ചാറും മറ്റേ ഈന്തപ്പഴ അച്ചാറും ഞങ്ങളുടെ കമ്പനിയുടെ ഇതിൽ നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹാഫ് ബിരിയാണി അല്ലേ? ചിക്കൻ വേണ്ടേ? ഇതാ പാരഗഡ ചിക്കൻ. ഉണ്ടോ? നല്ല ബിരിയാണിയാണോ? നല്ല ബിരിയാണി, നല്ല ബിരിയാണിയാ. ഈ പറയുന്ന മടുപ്പില്ല. പ്രത്യേകിച്ച് ഈ ബിരിയാണിയെ
ഈ പറഞ്ഞ സെയിമാ. ബിരിയാണിയെ ഹൈക്ക് ചെയ്യുന്നത് ഇതിന്റെ മസാലയോ വേറെ ഒന്നുമല്ല, ഇതിന്റെ റൈസാണ്. ഇതിന്റെ കൂടെ മീൻസ് ഇതിന്റെ കൂടെ എല്ലാം കൂടെ വരുമ്പോഴത്തേനും നല്ലതാ. എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുത്ത്. ഈ പപ്പടം ഞാൻ വെച്ചില്ല, സോറി ഗൈസ്. ഇന്ന് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ആണ് ഈ പറയുന്നത്. ഇനി നാളെ എങ്ങനെയായിരുന്നെങ്കിൽ ഒന്നും അറിയത്തില്ല. ബേസിക്കലി ഇതിന്റെ കൂടെയുള്ള ഐറ്റങ്ങളെല്ലാം കൂടെ ഇതിനെ ഭയങ്കരമായിട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതല്ലേ സലാഡ്? സലാഡൊക്കെ നല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. വൈകുന്നേരം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേനും എല്ലാ ബിരിയാണിയെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. റൈസ് ഓഫ് പേർഷ്യ ഇത് പാകമാണോ? മുട്ട കഴിച്ചിട്ട് തോൽവിയായിട്ടാണ് തോന്നുന്നത്. മറ്റേത് കഴിച്ചിട്ട് നോക്കുമ്പോ കഴിക്കുന്നില്ലേ? അച്ചാറുകൾ എനിക്ക് റൈസ് ഓഫ് പേർഷ്യയുടെ ഇഷ്ടപ്പെട്ടില്ല. അച്ചാർ എനിക്ക് ഈന്തപ്പഴം അച്ചാർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു റൈസ് ഓഫ് പേർഷ്യയുടെ. ഞങ്ങളുടെ കമ്പനിയുടെ അച്ചാർ അതില്ലെന്ന് അതെനിക്കറിയത്തില്ല. ആദാമിന്റെ ചായക്കടയിലെ കട ഈന്തപ്പഴം അച്ചാർ നല്ല. അത് വെച്ച് നോക്കുമ്പോ ഇത് നല്ലതാ. വെച്ച് നോക്കുന്നില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വെച്ച് നോക്കുന്നില്ല ഞാനും. അല്ല, വെച്ച് നോക്കിയെന്ന് പറയുന്നില്ല. നല്ല ബിരിയാണി ആണല്ലോ. റൈസ് നമ്മൾ മറ്റേത് കഴിച്ചിട്ട് മറ്റേത് റൈസിന്റെ ഫ്ലേവർ ആണെങ്കിൽ ഇവരുടെ മസാലയുടെ എന്തോ ഒരു ഫ്ലേവർ ഈ ബിരിയാണിയിൽ നന്നായിട്ട് കയറിയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്ന റൈസ് ഓഫ് പേർഷ്യകളിലും നല്ല മസാല പാരകന്റെ റൈസ് ഓഫ് പേർഷ്യകളിലും നല്ല മസാല പാരകന്റെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബിരിയാണിയുടെ. നല്ല ബിരിയാണി ആയിട്ടാ പാരകന്റെ ഒരു എനിക്കതാ ഇഷ്ടപ്പെട്ട. പാരകന്റെ അവരുടെ അച്ചാറുകൾ ഇഷ്ടപ്പെട്ടില്ല. മീൻസ് നമുക്ക് പാരകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരകണ്ട ബിരിയാണി നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ അവരുടെ ഫസ്റ്റ് വയലിൽ നമുക്കറിയാം ഇത് പാരകണ്ട ബിരിയാണിയാണ്. ആ ഒതന്റിക് ടേസ്റ്റ് അവരുടെ ഈ ബിരിയാണി കഴിക്കുമ്പോഴും ഉണ്ട്. അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന് മുട്ടയൊന്നും ഇല്ല കേട്ടോ. അതിന് മുട്ടയില്ല. സിമ്പിൾ സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ഇതാ പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ബിരിയാണി എന്ന് പറയുന്നത് തമിഴ്നാട് ബിരിയാണിയാണ്. അതിൽ ആസിഫയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതില് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ളതില് ഏറ്റവും നല്ല ബിരിയാണി തീർത്തേടെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ. എനിക്ക് അങ്ങനെ നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജില്ലിന്റെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർത്തേടെ അമ്മ അമ്മ ഓർക്കുന്നുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ കൊണ്ടുവന്നു. തീർത്തേടെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയിലോട്ട് ഈ റൈസ് ഓഫ് പേർഷ്യയുടെ റൈസ് ഇട്ട് കഴിഞ്ഞാൽ മാറി നിൽക്കും. അത്തുക്കൂട്ട് ഐറ്റം. ഇതിന്റെ അച്ചാർ അത് തീർത്തേടെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ജില്ലിന്റെ അമ്മ അതിന്റെ പ്ലേറ്റ് എന്തിനാ സോന?
ആൽവിന് ഇഷ്ടപ്പെട്ട അതാ. പായസം എടുക്കാനായില്ല. ഒരു ടേസ്റ്റും ഇല്ല. ഇവരുടെ ബീഫ് ബിരിയാണി വേറെ റേഞ്ച് ആണ്, പക്ഷേ ചിക്കൻ ബിരിയാണി ഭയങ്കര ഒരു ഏലക്കയുടെയോ ഒരു മസാലയുടെ ഏലക്കയുടെ അല്ല, അമ്മ പറഞ്ഞ സാധനം തന്നെ. എനിക്ക് വെള്ളച്ചോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. വെള്ളച്ചോ എനിക്ക് പക്ഷെ അവരുടെ ബീഫ് ബിരിയാണി നല്ലതാ. ഉണ്ടായിരുന്നു അമ്മ. പായസം നല്ല നല്ല പായസമാണ്. ആവശ്യത്തിനുള്ള മധുരവും എനിക്കുള്ളൂ. ചെകിടിക്കുന്ന മധുരമൊന്നുമില്ല. പക്ഷെ ഓൾ ടോട്ടൽ വിച്ച് ഈസ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള കോംപ്ലിമെന്റ്സും റൈസും മസാലയും എനിക്ക് അതിനകത്തൊന്നിലും തന്നെ എനിക്കൊരു കുറ്റം പറയാനായിട്ട് എനിക്ക് പേഴ്സണലി ഒന്നും തോന്നില്ല. ആകെ എനിക്ക് കരുനാരങ്ങ ഒഴിച്ചു. ബാക്കിയൊക്കെ നോക്കുമ്പോൾ അസ് ടോട്ടൽ ബെസ്റ്റ് റൈസ് ഓഫ് പേർഷ്യയാണ്. എനിക്ക് ആ നാരങ്ങ അത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതെ പാരഗണ ബിരിയാണി സ്റ്റോർ ദുരന്തമായിരുന്നു. അവസാന റൗണ്ട് റൈസ് ഓഫ് പേർഷ്യയും പാരഗണയും കഴിച്ചപ്പോഴത്തേനും നോ വേ, റൈസ് ഓഫ് പേർഷ്യ എക്സെപ്ഷണൽ ആണ്. റൈസ് ഓഫ് പേർഷ്യ ആണ് പൊളി. ആ റൈസ് മാത്രമായിട്ട് ചുമ്മാ ഇരുന്ന് കഴിക്കാൻ. എനിക്ക് തോന്നുന്ന പുള്ളി ബിരിയാണിയെക്കാട്ടിലും കൂടുതൽ ഇച്ചിരി ഗീ റൈസും ഈ റൈസ് വെച്ചിട്ട് ഗീ റൈസും ഉണ്ടാക്കി ഇച്ചിരി നല്ലൊരു ബീഫ് കറിയും കൂടെ വെക്കുവാണെങ്കിൽ കിടുക. കാര്യം റൈസ് അത് എക്സെപ്ഷണൽ കാര്യം. ഇതിനകത്ത് ആ പാരഗണ്ട ബിരിയാണി കഴിച്ചപ്പോഴത്തേനും അവരുടെ ഒരു എക്സെപ്ഷണൽ ടേസ്റ്റ് ഞാൻ പാത്രത്തിൽ നിന്ന് കഴിച്ചത് കിട്ടുന്നില്ല കേട്ടോ. എന്നാന്ന് എനിക്കറിയത്തില്ല. ഒരു മുഗൾ ടേസ്റ്റ് ഉണ്ട് റൈസിന്. ഒരു രക്ഷയില്ലാത്ത സാധനം റൈസ് മൊത്തത്തിൽ ബിരിയാണി. ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചതല്ലേ, ബിരിയാണി സ്റ്റോർ ഒരുപാട് റിവ്യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പ്ലസ് അവരുടെ ബീഫ് ബിരിയാണി വേറെ ലെവലായിരുന്നു. ആ ഒരു ഇതുകൊണ്ടാണ് ബിരിയാണി സ്റ്റോർ വാങ്ങിച്ചത്. പിന്നെ പാരഗൺ ഓഫ് കോഴ്സ്. പിന്നെ ദം ബിരിയാണി തന്നെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ആസിഫെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചാൽ അതിന്റെ അടുത്ത് എനിക്ക് ഒരു ബിരിയാണി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അത് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നല്ല പക്ഷെ റൈസ് മൃണാളായിട്ടിരിക്കുന്ന തട്ട് താണിരിക്കും. മൃണാല് രണ്ട് കാര്യത്തിലും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒന്ന് അച്ചാറില്, രണ്ട് ചിക്കനിലേക്കും കൂടെ കുറച്ച് എന്തെങ്കിലും ഒന്ന് പിടിക്കും. ഇതിനകത്ത് കഴിച്ചപ്പോ എനിക്ക് മസാലയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു. ഏതാ മസാലയുടെ ടേസ്റ്റ് എനിക്ക് ചിക്കനും കിട്ടിയായിരുന്നു. എനിക്ക് കിട്ടിയില്ല. ഞാൻ കഴിച്ച പീസ് കിട്ടിയില്ല. ബ്രസ്റ്റ് പീസിനകത്താണെങ്കിൽ പോലും മസാലയുടെ ടേസ്റ്റ് മാത്രം എനിക്ക് ഇഷ്ടപ്പെടാതെ. ഞാൻ കഴിപ്പായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം കഴിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, മൂന്നിലും വെച്ച് പിന്നെ പറയേണ്ട കുഴപ്പമില്ല. കണ്ടം വെച്ച് നോക്കി കഴിഞ്ഞാൽ വെള്ളച്ചവ. പക്ഷെ ആൽവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇതാ പാരഗണേക്കാളും ഇഷ്ടപ്പെട്ടത് ബിരിയാണി സ്റ്റോർ. ഞാൻ ഒരു പാത്രത്തിന്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കഴിച്ചോട്ടെ. ആൽബിച്ചിന് പായസം വേണ്ടേ? ഒരു ഭാഗം കുടിച്ചു നോക്കാം. അതും കൂടെ പറ അവസരത്തിന്. അതേപൊളി മുന്തിരിങ്ങ അവന് കൊടുക്കണേ. മുന്തിരിങ്ങ ഇത് കൊള്ളായിരുന്നു. ഇത് ഈ പപ്പടം നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പപ്പടം പാത്രത്തിന്റെ അല്ല, അത് കൊള്ളത്തില്ലായിരുന്നു. റൈസിന്റെ പ്രൈസ് എനിക്കറിയില്ല. മേ ബി അത്രയും ക്വാളിറ്റി ഉള്ള റൈസ് വാങ്ങിക്കണമെങ്കിൽ അത്രയും പൈസ കൊടുക്കണമായിരിക്കും. അത്രയും ഷെഫ് പേയ്മെന്റും കാര്യങ്ങളും മീൻസ് ഇതിന്റെ ഇന്റേണൽ പരിപാടിയൊന്നും എനിക്കറിയില്ല. പക്ഷെ ആസ് എ കസ്റ്റമർ, ഒരു സാധാരണ ഒരു കടയിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആ ബിരിയാണിയുടെ പ്രൈസിങ് ഇച്ചിരി കൂടുതലാണ്. റൈസ് ഓഫ് പേർഷ്യയുടെ ടേസ്റ്റ് വൈസ് നല്ലതാണ്, അടിപൊളിയാണ്, കൊള്ളാം. റൈസൊക്കെ എക്സെപ്ഷണൽ, അടിപൊളിയാണ്. നീ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല ബിരിയാണിയാണോ? ഏറ്റവും നല്ല ബിരിയാണികളിൽ ഒന്ന്, മീൻസ് കേരള ബിരിയാണികളിൽ ഒന്ന് തന്നെ. ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്നൊന്നും ഞാൻ പറയത്തില്ല. ഏറ്റവും ബെസ്റ്റ് എനിക്ക് അങ്ങനെ കേരള ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാരഗണായിരുന്നു. ഇന്നിപ്പോൾ ഇത് കഴിച്ചതിൽ എനിക്ക് അതിലും എനിക്ക് മുകളിൽ തോന്നിയത് ഇതാ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുള്ള ബിരിയാണികളിൽ
എനിക്ക് ആദാമിൻ്റെ ചായക്കട എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ടേസ്റ്റ് അല്ല ആദാമിൻ്റെ ചായക്കട. പ്ലസ് ആദാമിൻ്റെ ചായക്കട ഒരു പ്രാവശ്യം കഴിച്ചപ്പോഴത്തേനും അടിപൊളിയായിരുന്നു. ഞാനും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളതില് നല്ല ബിരിയാണികളിൽ ഒന്ന് തന്നെ. ദ ബെസ്റ്റ് അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ്. വേറൊരു റെസ്റ്റോറന്റിൽ പോയി ബിരിയാണി കഴിച്ചായിരുന്നു, മട്ടൻ ബിരിയാണി റഹ്മത്തിന്റെ ബീഫ് ബിരിയാണി അല്ല, നമ്മൾ ഈ ചിക്കൻ ബിരിയാണി കമ്പയർ ചെയ്യുന്നത്. സോ വൺ ഓഫ് ദ ബെസ്റ്റ്, നോട്ട് ദ ബെസ്റ്റ്. അത് ആണ് കൊള്ളാം. പക്ഷെ ഈ പ്രൈസിങ് എനിക്ക് ഇതിന്റെ ഇന്റേണൽ മാറ്റേഴ്സോ എനിക്ക് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല, ഗ്രാഹ്യമില്ല. പക്ഷെ ഈ പ്രൈസിങ് ഒരു സാധാരണ ഒരു ബിരിയാണി വാങ്ങിക്കാൻ പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് പ്രൈസിങ് കൂടുതലാണ്. പ്രൈസ് കൂട്ടിയിട്ടാലേ ഇതൊരു എക്സെപ്ഷണൽ ബിരിയാണി ആകുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ റൈസിന്റെ ക്വാളിറ്റി ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും 3 ബിരിയാണികളുടെ പ്രൈസ് മീൻസ് ക്വാളിറ്റിയെക്കാട്ടിലും ലീഗ് തന്നെയാണ്. അടിപൊളി റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൈസ്. അത് കാരണമാണ് പ്രൈസ് കൂടിയത്. പക്ഷെ ഇതൊന്നും സാധാരണ കഴിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അറിയേണ്ട കാര്യമല്ല. പക്ഷെ അത് കാരണം പ്രൈസ് വൈസ് ഈവൻ ഈ പാരഗണ്ട് ഒരു ഫുൾ ബിരിയാണി വാങ്ങിച്ചാൽ പോലും അതിന് 200 സംതിങ്ങേ വരത്തുള്ളൂ വിത്തൗട്ട് സ്പെഷ്യലായി. ഇതിനകത്ത് ഒരുപാട് സ്പെഷ്യൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ പൈനാപ്പിൾ കട്ട് ചെയ്തതുണ്ട്, പിന്നെ മുട്ട, പായസം, ഇതെല്ലാം വരുന്നുണ്ട്. എന്നാലും 345 രൂപ ഇച്ചിരിയും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഒന്ന് ചവിട്ടാം അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെയുണ്ടോ സബജ പായസം? സൂപ്പറാണോ? യമ്മി, കിട്ടില്ല, അടിപൊളി. വയറ് നിറഞ്ഞോ? ബിരിയാണി കഴിച്ചോ? വയറ് നിറഞ്ഞോ? ഇല്ലേ? അതിനാടാ